ചില ആൾക്കാർ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് നന്നാകാൻ വിചാരിച്ച ആൾക്കാർ, ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയാം ഏതായാലും ഇപ്പൊ ഇനി പെണ്ണ കെട്ടിയിട്ട് നന്നാകാം. അപ്പൊ ഒരിക്കലും പെണ്ണെട്ടിയിട്ട് നന്നാകാന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കേണ്ട, ഒരിക്കലും സാധ്യമല്ല. വഷളാകാണ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, നല്ലൊരു അവിൽ മിൽക്ക് നമ്മൾ പുറത്തുനിന്ന് കുടിച്ചുകാണ്ട് നമ്മൾ പെരയ്ക്ക് ചെന്നുകാണ്ട് നമുക്ക് ഒരു ഔലുംവെള്ളം ഉണ്ടാക്കി ആ ഔലുംവെള്ളത്തിന് വലിയ ചാതുണ്ടാവും. കാരണം അതിന്റെ ത്രഷോൾഡ് നമുക്ക് ആദ്യം കിട്ടിയതിന്റെ ത്രഷോൾഡ് ഉമ്മാന്റെ സാധാരണ ഔലുംവെള്ളത്തിന്റെ ലെവലിൽ എത്തൂല. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ചാലും നമുക്ക് കിട്ടുന്ന നേരത്തെ കിട്ടിയിരുന്ന ഡോപ്പമിൻ ഒരിക്കലും എന്തെങ്കിലും കല്യാണം കഴിച്ച് കിട്ടുന്നതിലൂടെ ചിലപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടൂല. ഒരു ഹറാമ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിന്റെ ദുരന്തം നമ്മൾ ജീവിതത്തിൽ പേറിയിട്ടേ ഈ ദുനിയാവെന്ന് പോകുള്ളൂ. ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നല്ലെങ്കിൽ അതൊരു നോർമൽ ആക്കി എടുക്കാനാണ് ആൾക്കാർ എല്ലാവരും ഷെയ്ത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഷെയ്ത്താൻ ഭംഗിയാക്കി കാണിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയ ദുരന്തമാണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹു കൃത്യമായി നമ്മളെ പ്രവാചകന്മാരിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, തെറ്റേതാണ് ശരി ഏതാണ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ അക്രമികളാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ അക്രമം നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലെ ഒരു ദുരന്ത ഫലം ആഖിറത്തിലല്ല, ആഖിറത്തിൽ എന്തായാലും ഉണ്ടാവും, ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിക്കും. നമ്മൾ മനസ്സിലാക്കുക.